ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷ ഉലൂമുദ്ദീനിന് അവരുടെ പാഠബുക്കിൽ നിന്ന് 13ാമത്തെ പാഠഭാഗം മുതലാണ് ഈ എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പാഠത്തിൽ നിന്നും വരുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ബുക്ക് വെച്ചിട്ട് ഒരു എക്സാം നടക്കുന്നത്. നമുക്ക് ദുറൂസുൽ ഇസ്ലാമും തജ്വീദുൽ ഖുർആനൊക്കെ ആയിട്ട് മദ്രസയിലെ ബുക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ബുക്ക് കുറഞ്ഞൊരു അപ്ഡേഷൻ വന്ന് മാറ്റിയെന്നുള്ളൂ. അപ്പം നമുക്കിതിൽ വന്ന ചോദ്യങ്ങൾ, ദുറൂസുൽ ഇസ്ലാമിലായിട്ട് വന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ വരും എന്നത് നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി തരാം. അപ്പോൾ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ നിങ്ങൾക്ക് വരുന്നത് നിസ്കാരത്തിലെ ദിക്റുകളാണ്. വജ്ജഹത്ത്, പിന്നെ റുക്കോയിൽ ചെല്ലുന്നത്, എഴുത്തിദാലിൽ ചെല്ലുന്നത്, 2 സുജൂദുകൾക്കിടയിൽ ചെല്ലേണ്ടത്. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഹിഫ്ള് എക്സാമിനും ഇതിന്ന് ചോദ്യങ്ങൾ വരാം. പിന്നെ ഈ എക്സാമിന് തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. വജ്ജഹത്തു വജ്ഹിയ ഡാഷ് ഫത്തറ സമാവത്തി. അപ്പോൾ അവിടെ വജ്ഹിയ ലില്ലദി ഫത്തറ സമാവത്തി, അങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന രീതിയിൽ ചോദ്യം വരാം. അപ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കുക. ഇന്ന സ്വലാത്തി ഡാഷ് വ മഹിയായ മമാത്തി, അവിടെ വ നുസുക്കി വ മഹിയായ മമാത്തി എന്ന രീതിയിൽ എഴുതാൻ കഴിയണം. അതുപോലെ തന്നെയാണ് റുക്കോയിൽ എന്ത് ചൊല്ലണം എന്ന ചോദ്യം വന്നാൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എത്ര തവണ ചൊല്ലണം? 3 തവണ. അങ്ങനെ ഒക്കെ പഠിക്കുക. പിന്നെ എഴുത്തിദാലിലെ ദിക്റ്, പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന രീതിയിൽ വരാം. മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെയാണ് 14ാമത്തെ പാഠത്തു നിന്നും അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ, അത് 3 നന്നായി മുഴുവനായിട്ടും പഠിക്കുക. അതിന്നും വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അത്തഹിയാത്തുൽ മുബാറക്കാത്തു ഡാഷ്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ ആ മുഴുവനും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നിസ്കാരം എന്തിൻ്റെ തൂണാണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ദീനിൻ്റെ തൂണാണ് ഏത്? ചോദ്യം വരാം. നിസ്കാരം. അപ്പോൾ നിസ്കാരം എന്നതിന് സ്വലാത്ത്, അസ്വലാത്ത്. അപ്പോൾ അതൊക്കെ വരാം, അറബിയിൽ വരാം. അസ്വലാത്ത് എന്നാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. 15ാമത്തെ പാഠം. നമ്മുടെ കിബില ഏതാണ്? പരിശുദ്ധ കഅബയാണ്. പരിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഅബ പൊളിക്കാൻ വന്നു ആര്? അബ്രഹത്ത്. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ എത്ര ഒട്ടകങ്ങളെയാണ് പിടികൂടിയത്? 200 ഒട്ടകങ്ങളെ. കഅബ അല്ലാഹു തആല സംരക്ഷിക്കും. ഇത് പറഞ്ഞതാരാണ്? ആരാണ് പറഞ്ഞത്? അബ്ദുൽ മുത്തലിബാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? അബ്രഹത്തിനോടാണ്. അപ്പോൾ അതൊക്കെ പേരുകൾ ചോദ്യം വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താനോ എഴുതാനോ വരാം. മനസ്സിലാക്കുക. അല്ലാഹു തആല കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചു. എങ്ങനെ? അബാബീൽ എന്ന കുഞ്ഞു പക്ഷികളെ അയച്ച് അവരുടെ നേരെ ചുട്ടുകഴുത്ത കല്ലുകൾ വർഷിപ്പിച്ചു. അങ്ങനെ കഅബ പൊളിക്കാൻ വന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചു. അല്ലാഹു ഹാഫിളുന, അല്ലാഹു തആല നമ്മുടെ സംരക്ഷകൻ. കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചത് ആരാണ്? അല്ലാഹു തആലയാണ്. അബാബീൽ എന്ന കുഞ്ഞു പക്ഷികളെ അയച്ച് അല്ലാഹു തആല കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചു. അല്ലാഹു തആല. അടുത്ത 16ാമത്തെ പാഠം. ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി ജനിച്ചത്. ഉമ്മ ഫാത്തിമ, ഉപ്പ അബൂ സ്വാലിഹ്. ഷെയ്ഖ് ജീലാനി അറിവ് നേടാൻ പോയി. എവിടേക്കാണ് പോയത്? ബഗ്ദാദിലേക്കാണ് പോയത്. പോകുമ്പോൾ ഉമ്മ കോട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. എന്ത്? 40 സ്വർണ്ണ നാണയം. 40 സ്വർണ്ണ നാണയങ്ങൾ ഉമ്മ കോട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. എന്നിട്ട് എന്താ ഉമ്മ പറഞ്ഞത്? മോനെ, കളവ് പറയരുത്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ലെന്ന് പറഞ്ഞു. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല.
ഇതാരോട് പറഞ്ഞതാണ്? ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ ഷെയ്ഖ് ജീലാനിയോട് പറഞ്ഞതാണ്. സത്യവിശ്വാസി ഒരിക്കലും പറയില്ല എന്ത്? കളവ് പറയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചോദ്യം വരാം, മനസ്സിലാക്കുക. എത്ര സ്വർണ്ണ നാണയമാണ് ഉമ്മ കോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് തുന്നിക്കൊടുത്തത്? 40 സ്വർണ്ണ നാണയം. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തി. അവർ തൗബ ചെയ്ത് നല്ലവരായി തീർന്നു. എന്താണ് കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തിയത്? ജീലാനിയുടെ സത്യസന്ധത, മനസ്സിലാക്കുക. ഇനി 17ാമത്തെ പാഠം. പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള ദിക്റ്, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ദിക്റ് നിർബന്ധമായിട്ട് പഠിക്കുക. അതുപോലെ ഇഷായിൻ്റെ നീയത്ത് അതും പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അതൊക്കെ ഹിഫ്ള് എക്സാമിന് ചോദ്യമായിട്ട് വരാം. അപ്പം അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇഷാ എത്ര റക്കായത്താണ്? 4 റക്കായത്താണ്. 4 റക്കായത്ത്. അപ്പോൾ അവിടെ ഉസല്ലി ഫർദ സ്വലാത്തി ഇഷായി ഡാഷ് മുത്തവജ്ജിഹൻ. അപ്പോൾ 4 റക്കായത്തി എന്നൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ തരും. റുകൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഏത്? മസ്ജിദ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദാണ്. 18ാമത്തെ പാഠം എന്താണ്? സലാം വീട്ടുമ്പോൾ, നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ എന്താണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയണം. ആദ്യം വലതു ഭാഗത്തേക്കും പിന്നീട് ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒക്കെ മാച്ച് ചെയ്യാനൊക്കെ വരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അല്ലാഹുവേ നിൻ്റെ ഔദാര്യം ഞാൻ ചോദിക്കുന്നു. അതും മാച്ച് ചെയ്യാനൊക്കെ വരാം. അല്ലാഹുമ്മ ഇന്നി, അപ്പുറത്ത് നമുക്ക് അസ്അലുക മിൻ ഫളിക എന്നൊക്കെ വരാം. മനസ്സിലാക്കി പഠിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലിയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. അത് പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അടുത്തത് 19. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. എന്ത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അപ്പോൾ ദിക്റുകളൊക്കെ നന്നായി പഠിക്കുക. നമുക്ക് കിതാബത്ത് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമുണ്ട്. അതിന് ഹർക്കത്തുകളൊക്കെ ഇടാനും വരും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ ഇവിടെ മാച്ച് ചെയ്യാൻ വരാം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. ഒക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ എന്തെന്ന് ചോദിച്ചിട്ട്. മാതാപിതാക്കളാണ് സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ. സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ ആര്? എന്താണ് ആൻസർ എഴുതുക? മാതാപിതാക്കൾ. ഗുഹയിൽ കുടുങ്ങിയവർ എന്ത് മുൻനിർത്തിയാണ് ദുആ ചെയ്തത്? അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയാണ് അവർ ദുആ ചെയ്തത്. 3 പേരാണ് ഗുഹയിൽ കുടുങ്ങിയത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് 20ാമത്തെ പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ്. അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസത്തിന് ശേഷം പിതാവ് വഫാത്തായിട്ടുണ്ട്. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവി വഫാത്തായി. ഉമ്മ ആമിന ബീവി വഫാത്തായത് 6-ാം വയസ്സിൽ. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്താണ്? വഹബ്. വഹബിൻ്റെ മകളാണ് ആമിന ബീവി. അതൊക്കെ മദ്രസയിലെ ക്വസ്റ്റ്യനിൽ ചോദ്യം വന്നിട്ടുണ്ട്. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? വഹബ്. വഹബിൻ്റെ മകളാണ്. അബ്ദുൽ മുത്തലിബ് അവരുടെ മകനാണ് അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഉപ്പ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനാണ്. ഹാഷിം കുടുംബത്തിലാണ്. ഖുറൈശികളിൽ പ്രധാന കുടുംബമാണ് ഹാഷിം. ആ കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. ഖുറൈശ് ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിലാണ്. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിയിലായിരുന്നു. അതിനാൽ റബീഉൽ അവ്വൽ 12 ലോക മുസ്ലിങ്ങൾ എന്താഘോഷിക്കുന്നു? നബിദിനം ആഘോഷിക്കുന്നു. ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു എന്ന്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം ഏത്? ചോദ്യം വന്നാലാ റബീഉൽ അവ്വലിലാണ് ജനിച്ചത്. ഉമ്മയുടെ വഫാത്തിന് ശേഷം അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിച്ചത്. അദ്ദേഹം 8 വയസ്സായപ്പോൾ വഫാത്തായി. അതിനുശേഷം പിതൃ സഹോദരൻ അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാരെന്ത് വിളിച്ചു? അൽ അമീൻ എന്ന് വിളിച്ചു. 25-ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. 25-ാം വയസ്സിൽ. 35-ാം വയസ്സിൽ പരിശുദ്ധ കഅബ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. പങ്കെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 35. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബൂവത്ത് ലഭിച്ചു. ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നുബൂവത്ത് ലഭിച്ചപ്പോൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. 53 വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. 53 വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയത് എത്രാം വയസ്സിൽ? 53-ാം വയസ്സിലാണ്. 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് മദീനയിലും ജനിച്ചത് മക്കയിലുമാണ്. ആ പാഠത്തിൻ്റെ അടിയിലൊക്കെ വരുന്ന സ്വലാത്തുല്ലാ സലാമുല്ല അലൈക യാ റസൂലുള്ള, സ്വലാത്തുല്ലാ സലാമുല്ല അലൈക യാ ഹബീബല്ല, അതൊക്കെ പഠിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാൻ ഹർക്കത്തുകൾ നൽകാനൊക്കെ വരും. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. വയസ്സ് 25-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. നുബൂവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയാണ്? 40 വയസ്സാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈ പാഠത്തുനിന്ന് അങ്ങനെയുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യങ്ങളും വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം ഒക്കെ മനസ്സിലാക്കുക. അടുത്തത് 21-ാമത്തത്. അതിൽ എന്താണ് വരുന്നത്? ഈമാൻ കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ 4-ാമത്തേത് ഏതാണ്? നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം. അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത്? 6-ാമത്തേത് എന്താണ്? അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിക്കൽ. 5-ാമത്തേത്? അന്ത്യനാളിൽ വിശ്വസിക്കൽ. അപ്പോൾ അത് ഓർഡർ പ്രകാരം തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്ന തൂവള്ള വസ്ത്രവും കറുത്ത മുടിയും ചുറുചുറുക്കും ഉള്ള ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ചോദിച്ചത്? ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അർക്കാനുൽ ഈമാൻ 6. എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഈമാൻ കാര്യങ്ങൾ 6. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? ഇസ്ലാം കാര്യങ്ങൾ 5, ഈമാൻ കാര്യങ്ങൾ 6. അപ്പോൾ രണ്ടും ചോദ്യമായിട്ട് വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 22-ാമത്തെ പാഠം. അതിലെന്താണ് പറയുന്നത്? ഉസ്താദുമാരെ ബഹുമാനിക്കണം, നാം അവരെ ആദരിക്കണം, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ അനുസരിക്കണം, അവരുടെ മുന്നിൽ അദബോടെ ഇരിക്കണം. ആരാണ് ഉസ്താദുമാർ എന്ന് ചോദ്യം വന്നാലോ? അറിവ് പഠിപ്പിച്ച് തന്നവരാണ് ഉസ്താദുമാർ. അറിവ് പഠിപ്പിച്ച് തന്നവരാണ് ഉസ്താദുമാർ എന്ന് ആൻസർ ചെയ്യുക. ആരാണ് ഉസ്താദുമാർ എന്ന് ചോദിച്ചാൽ അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആര്? ഉസ്താദുമാർ. ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഹൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു.
നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതൊക്കെ ഹർക്കത്തുകളൊക്കെ നൽകാനും മാച്ച് ചെയ്യാനും വരാം, മനസ്സിലാക്കുക. അടുത്തത് 23-ാമത്തത് അല്ലാഹുമ്മ ഹ്ദിന. എന്താണ്? കുനൂത്താണ്. കുനൂത്തുള്ള നിസ്കാരം ഏതാണ്? സുബ്ഹ് നിസ്കാരത്തിലാണ് കുനൂത്തുള്ളത്. അസ്സലാത്തു ഹൈറും മിനൻ നൗം. ഈ വാചകം ചൊല്ലുന്ന അദാൻ ഏതാണ്? സുബ്ഹിൻ്റെ അദാനാണ്. സുബ്ഹിൻ്റെ അദാനിലാണ് അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന വാചകം ഉള്ളത്, മനസ്സിലാക്കുക. എപ്പോഴാണ് കുനൂത്ത് ചൊല്ലേണ്ടത്? സുബ്ഹ് നിസ്കാരത്തിലെ 2-ാം റക്അത്തിലെ ഇഅ്തിദാലിലാണ് കുനൂത്ത് ചൊല്ലേണ്ടത്. സുബ്ഹ് നിസ്കാരത്തിലെ 2-ാം റക്അത്തിലെ ഇഅ്തിദാലിലാണ് കുനൂത്ത് ചൊല്ലേണ്ടത്. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കുക. ചെറിയ ആൻസർ അല്ലേ, എഴുതി പഠിക്കുക. എന്തായാലും 2-ാം റക്അത്തിലെ ഇഅ്തിദാലിൽ കുനൂത്ത് ചൊല്ലണം. അപ്പോൾ കുനൂത്തുനിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അല്ലാഹുമ്മ ഹ്ദിന ഡാഷ് ഹദൈത് ഫീമൻ ഹദൈത്. അതുപോലെ മുഴുവനായിട്ട് പഠിക്കുക. തബാറക്കത്ത റബ്ബന ഡാഷ് വതആലൈത്. അപ്പോൾ അതൊക്കെ വിട്ട ഭാഗവും മാച്ച് ചെയ്യാനും വരാം. വൈന്നക്ക തക്ലി മാച്ച് ചെയ്യുന്നതിൽ വലായുക്കല്ല അലൈക്ക്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. അതിൽ തന്നെ പറയുന്നുണ്ട് വസല്ലല്ലാഹു തആല അലാ ഹൈരി അൽക്കി ഡാഷ് സയ്യിദിന മുഹമ്മദിൻ റബ്ബി ഉഫർ വർഹം വ അൻത ഹൈറുർ റാഹിമീൻ. അതിലും വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. വർഹം വ അൻത അങ്ങനെയൊക്കെ വിട്ടിട്ട് തരാം. അസ്സലാത്തു ഹൈറും മിനൻ നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. ഉറക്കിനേക്കാൾ ഉത്തമമാണ് എന്ത്? മദ്രസയിലെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. എന്താണ്? അസ്സലാത്ത്, നിസ്കാരം. അപ്പോൾ നിസ്കാരം എന്നും വരാം, അസ്സലാത്ത് എന്നും വരാം. ഏതാ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതിന് 14-ാമത്തെ പാഠം. അതിൽ നമുക്ക് കണ്ണുകളോ കാതുകളോ ഒക്കെ തന്നത് എന്തിനാണെന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു ചോദ്യം ഉറപ്പാണ്. നമുക്ക് നാവ് നൽകിയത് എന്തിനാണ്? നാവ് തന്നത് ദിക്റ് ചൊല്ലാനും സത്യം പറയാനുമാണ്. ദർസിൽ പോവാൻ, മസ്ജിദിലെത്താൻ നമുക്കെന്താ തന്നത്? കാലുകൾ തന്നു. കർമ്മം ചെയ്യാൻ, ദാനം നൽകാൻ കൈകൾ തന്നു. ഈമാൻ കൊള്ളാൻ, നന്മ നിനക്കാൻ ഹൃദയം തന്നു. വാങ്കൊലി കേൾക്കാൻ, വായ്മൊഴി കേൾക്കാൻ കാതുകൾ നൽകി. ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ എല്ലാ പാഠത്തുനിന്നും നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. നിങ്ങൾ എത്രയും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ അത് ദിക്റുകൾ, ദുആകൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ, വീട്ടിലേക്ക് കയറുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പം, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്, നിയ്യത്ത്, ഇശാ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, അതൊക്കെ എന്തായാലും എഴുതി പഠിക്കുക. മാച്ച് ചെയ്യാനൊക്കെ വരാം. അതുപോലെ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരാം. അതുപോലെ തഹിയാത്തും വജ്ജഹത്തും ഒക്കെ ഏത് രീതിയിലും വരാം. മാച്ച് ചെയ്യാൻ, വിട്ടഭാഗം പൂരിപ്പിക്കാൻ ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിതാബത്തും തജ്വീദും നിങ്ങൾക്ക് മദ്രസയിലെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് മോഡലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യക്കാർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ പ്രിൻ്റ് PDF ആയിട്ടുള്ളത് അയച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.